യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇതെന്താ കഴിക്കാൻ ആരെയും കാണാത്തത്? അമ്മേ, വാ അമ്മേ, എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അരുണിമ ചേച്ചിയുടെ പിറന്നാളായിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് ശരിയാണോ അമ്മേ? ഒരു പിറന്നാളിന് നടക്കേണ്ടതാണോ ഇവിടെ നടന്നത്? നിങ്ങളും കണ്ടതല്ലേ? അതെ, എല്ലാരും ഭക്ഷണം കഴിക്കാൻ വന്നേ. എടോ, എണീറ്റ് വാടോ. വാ. അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് തല്ലി കിടത്താനുള്ളതാണോ ആന്റി നമ്മുടെയൊക്കെ സന്തോഷം? കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് അങ്ങനെ ഒരു എൻട്രി പ്രതീക്ഷിക്കാത്തതുകൊണ്ടും ഒരു നിമിഷം എല്ലാവരും പകച്ചു പോയി എന്നുള്ളത് നേരാ. വരാനുള്ളതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാം. തൽക്കാലം ഇവിടെ ആരും സങ്കടപ്പെട്ടൊന്നും ഇരിക്കണ്ട. മകളെ, എഴുന്നേറ്റ് എണീക്ക്. മധുവന്റി, എണീറ്റേ വാ. തന്നോട് ഇനി പ്രത്യേകം പറയണ പൂജ. വാന്റി ചെല്ല ചെല്ല ആന്റി. എടോ, താൻ വാ. വരാൻ. എനിക്ക് വേണ്ട ചേട്ടാ. ചേച്ചി ഇരിക്കും. ഞാൻ വിളമ്പാം. അച്ഛമ്മേ, വാ വാ, വന്ന് ഭക്ഷണം കഴിക്കേ. വാമേ വാമേ. വരെ. ഞാനേ നാളെ തന്നെ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോവാ. ഇത് സെക്ഷൻ 397 IPC ആണ്. ഗൺ പോയിന്റിൽ ആളുകൾ നിർത്തി ഭീഷണിപ്പെടുത്തുക, അതും ഉത്തരവാദിത്വപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതിന്റെ പേരിൽ ആരും ഇനി സങ്കടപ്പെടുക വേണ്ട. നീ ധൃതി പിടിച്ച് കേസിനൊന്നും പോവാൻ നിൽക്കണ്ട. ആദ്യം നന്ദേട്ടനോട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അയാള് പറഞ്ഞത് കേട്ടില്ലേ? അയാൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അരുണിമ ചേച്ചിയും നന്ദേട്ടനും കുടുംബമായിട്ട് ജീവിക്കരുത്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. കേസും കോടതിയൊക്കെ ആയ വീണ്ടും വഴക്കും വിദ്വേഷവും ആവും. എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ വയ്യ മോനെ. പൂജ, തന്നോടല്ലേ വരാൻ പറഞ്ഞേ? മോളെ,
മോളെ ഏയ് അമ്മേ വേണ്ട, അവളെ വിട്ടേക്ക്. എനിക്കറിയാം അവളുടെ മനസ്സ്. പാവം, എന്നെങ്കിലും ഇത്തിരി അധികമായി സന്തോഷിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കരയാൻ അവളുടെ വിധി. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ, നിങ്ങൾ കഴിക്കും. എല്ലാരും വിളിച്ചിരുത്തിട്ട് നീ ഇതെവിടെ പോവാ? ഞാനിപ്പോ വരാന്നേ. നീ ആ ചപ്പാത്തി സാമ്പാറും എടുക്ക്. ആഹാരത്തിന് മുമ്പിൽ ഇത്തരം പരിഭവമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കും. പൂജ, എടോ എന്താ ഇത്? കുറേ നേരമല്ലോ കരയുന്നു. എന്തായാലും വരുത്തി വെക്കണ്ട. ഇത്ര അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചോട്ടാ ചെയ്തേ? എടോ, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു താൻ തെറ്റ് ചെയ്തു? പിന്നെ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നേ? കുട്ടിക്കാലം മുതൽ എന്റെ ജീവിതം എങ്ങനെയാ? എന്തെങ്കിലും ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാ കരയാൻ പാകത്തിന് ഉടനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സന്തോഷം വരുമ്പോ കുട്ടിക്കാലത്ത് എനിക്ക് പേടിയാ. ഇവിടെ വന്നിട്ടും അജുവേട്ടൻ കണ്ടില്ലേ, എപ്പോഴെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ച പിറ്റേന്ന് അതിനുള്ളത് ഞാൻ അനുഭവിക്കും. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അജുവേട്ടാ? എടോ, താൻ കരച്ചിൽ നിർത്തുവാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കണ്ടേ? ഇന്ന് വന്ന് കയറി അയാളെ പേടിച്ച് ജീവിതകാലം മുഴുവൻ നമുക്ക് പേടിച്ചും സങ്കടപ്പെട്ടും കഴിയാൻ പറ്റുമോ? അയാൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? അജുവേട്ടൻ എന്തേ പറയുന്നേ? അയാൾക്കെതിരെ കേസ് കൊടുക്കാന്നാണോ? അതെപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്കിളുടെ ആന്റിയുടെയും ജീവിതം ആ ആക്സിഡന്റോടെ അല്ല പൂജ ആകുന്നത്. അതിനു മുമ്പേ തന്നെ അവർക്കിടയിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. എന്നുവെച്ചാ ആന്റിക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് അങ്കിളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റിന്റെ ഫലമായിട്ടുള്ള നഷ്ടം അനുഭവിച്ചിട്ടുള്ള ആളാ കമ്മീഷണർ ഹേമചന്ദ്രൻ. ഞാൻ അയാള് വന്ന് കയറിയത് മുതലുള്ള അയാളുടെ പ്രകൃതവും രീതികളും ഒക്കെ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുകയായിരുന്നു. അയാളുടെ ഉള്ളിൽ പകയോളം തന്നെ വേദനയുണ്ട്. ആ വേദനയുടെ കാരണക്കാരൻ അങ്കിളാ. അച്ഛനോ? അതെ, ഒന്നുകിൽ അങ്കിൾ, അല്ലെങ്കിൽ അത് അങ്കിളാണെന്ന് അയാൾ വിചാരിക്കുന്നു. ഇതിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും തന്നെ വിചാരിക്കണം. താൻ ആന്റിയോടൊന്ന് സംസാരിക്കണം. തന്നോട് ഒരുപക്ഷെ ആന്റി മനസ്സ് തുറക്കും.